അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ലക്ഷക്കണക്കിന് രൂപ പല ഏജൻസികൾക്ക് നൽകിയിട്ട് വിസ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് തെറ്റാണ്. UK അങ്ങനെ പൈസ കൊടുത്തിട്ടും വിസ വാങ്ങിക്കുന്നത് ഇല്ലീഗലാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ക്യാഷ് നഷ്ടമാവും, നമ്മളും നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് അത്തരം ചതിക്കുഴികളിലോ അത്തരം ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിലോ പോയി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലൈസൻസ് പോകുന്നതിനെ കുറിച്ചല്ല. ഇപ്പം ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ലൈസൻസ് റദ്ദാക്കപ്പെടുകയാണെങ്കിൽ എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ എന്നതിനെക്കുറിച്ച്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം. നാട്ടിലൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. നഴ്സൊക്കെ ആയിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും ഇവിടെ വന്നൊരു കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്നത് പല കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ നാട്ടിൽ നമ്മൾ നഴ്സിൻ്റെ വർക്ക് ചെയ്തു എന്ന ഒരു കാരണം ഇവിടെ ഒരിക്കലും നമ്മൾ ആ വർക്ക് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ളൊരു ക്വാളിറ്റി നമുക്കില്ല. കാരണം എന്താണ്, നമ്മളവിടെ കെയർ ഹോമിൽ അസിസ്റ്റൻ്റൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യം, നമ്മുടെ JD ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. കൃത്യമായ ട്രെയിനിങ് ഇല്ലാതെ ഇവിടെ ഓറൽ മെഡിസിൻ നൽകുക, ഇതൊക്കെ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റം പോലെയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അത്തരം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൂപ്പർവൈസറെ അല്ലെങ്കിൽ നിങ്ങൾ ടീം ലീഡിനെയൊക്കെ ബന്ധപ്പെടുക, അവരുമായി സംസാരിക്കുക എന്നുള്ളതാണ്.